Hi all, today we will discuss with the 7-step model of migration into a cloud. Okay, that means ഇപ്പം നമ്മളുടെ ആപ്ലിക്കേഷൻ അത് നമ്മളുടെ ലാപ്ടോപ്പിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ സിസ്റ്റത്തിൽ മെയിൻറ്റെയിൻ ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഫിസിക്കലി മെയിൻറ്റെയിൻ ചെയ്യുന്ന അവരുടെ പ്രൊജക്ട്സ് ആയിരിക്കാം. അപ്പോൾ ഇങ്ങനത്തെ എന്ത് ആപ്ലിക്കേഷൻ ആണെങ്കിലും അത് ക്ലൗഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ചില സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ ആ സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? കണ്ടക്ട് ക്ലൗഡ് മൈഗ്രേഷൻ അസസ്മെൻറ്റ്. സെക്കൻഡ്, ഐസൊലേറ്റ് ദി ഡിപ്പെൻഡൻസീസ്. തേർഡ് വൺ, മാപ്പ് ദി മെസ്സേജിംഗ് ആൻഡ് എൻവിറോൺമെൻറ്റ്. ഫോർത്ത് വൺ, ആർക്കിടെക്ട് ആൻഡ് ഇംപ്ലിമെൻറ്റ് ദി ലോസ്റ്റ് ഫങ്ഷണാലിറ്റീസ്. ഫിഫ്ത്ത് വൺ, ലെവറേജ് ക്ലൗഡ് ഫങ്ഷണാലിറ്റീസ് ആൻഡ് ഫീച്ചേഴ്സ്. സിക്സ്ത് വൺ, ടെസ്റ്റ് ദി മൈഗ്രേഷൻ. ആൻഡ് സെവൻത് വൺ, ഐട്രേറ്റ് ആൻഡ് ഒപ്റ്റിമൈസ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ക്ലൗഡ് മൈഗ്രേഷൻ അസസ്മെൻറ്റ്. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ടു കംപ്രൈസ് അസസ്മെൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദി ഇഷ്യൂ ഇൻവോൾവ്ഡ് ഇൻ സ്പെസിഫിക് കേസ് ഓഫ് മൈഗ്രേഷൻ അറ്റ് ദി ആപ്ലിക്കേഷൻ ലെവൽ ഓർ കോഡ് ഡിസൈൻ ആർക്കിടെക്ചർ ഓർ യൂസേജ് ലെവൽ. ഓക്കെ, അതായത് ഇപ്പം നമ്മളുടെ ആപ്ലിക്കേഷൻ എടുത്തിട്ട് വേറൊരു എൻവിറോൺമെൻറ്റിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ മാറ്റുന്ന സമയത്ത് പല ഇഷ്യൂസുകൾ വരാം. ഒന്നുകിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ കോഡ്, അല്ലെങ്കിൽ ഡിസൈൻ, അതായത് ആ ലുക്ക് ആൻഡ് ഫീലൊക്കെ അതിലൊക്കെ ചേഞ്ച് വരാം, അല്ലെങ്കിൽ അതിൻ്റെ ആർക്കിടെക്ചർ, അല്ലെങ്കിൽ അതിലുള്ള യൂസേജ് ലെവൽ. ഓക്കെ, ആർക്കൊക്കെ എങ്ങനെയൊക്കെ ആക്സസ്, അതായത് യൂസേജ് ലെവൽ, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവാം. അപ്പോൾ ആ എന്തൊക്കെ ഇഷ്യൂസ് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, പിന്നെ അസസ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? യൂസ് ചെയ്യുന്ന ടൂൾസ്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്ത ടൂൾസ്, പിന്നെ എന്തൊക്കെ ടെസ്റ്റ് കേസസ് ആണ്, ദെൻ എന്തൊക്കെ കോൺഫിഗറേഷൻസ് ചെയ്യേണ്ടി വരും, ദെൻ എന്തൊക്കെ ഫങ്ഷണാലിറ്റീസ്. ആൻഡ് NFR, നിങ്ങൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ പഠിച്ചിട്ടുണ്ടാകും. എന്താണ് NFRs എന്ന് പറഞ്ഞാൽ? നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ്. അതായത് ഈ സോഫ്റ്റ്വെയറിൻ്റെ അവൈലബിലിറ്റി, അതുപോലെ സെക്യൂരിറ്റി, അങ്ങനത്തെ കാര്യങ്ങൾ. അതാണ് നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ദി എൻ്റർപ്രൈസ് ആപ്ലിക്കേഷൻ. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഈ കോഡിങ്ങിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എന്തൊക്കെ ഇഷ്യൂസ് വരാം, അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് ഏതൊക്കെ ടെസ്റ്റ് കേസസ് ആണ്, എന്തൊക്കെ കോൺഫിഗറേഷൻസ് ആണ്, എന്തൊക്കെ ഫങ്ഷണാലിറ്റീസ് ആണ്, അതേപോലെ നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ദി എൻ്റർപ്രൈസ് ആപ്ലിക്കേഷൻ, ഇതെല്ലാം നമ്മൾ എന്തായിരിക്കണം? മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, this results in meaningful formulation of a comprehensive migration strategy. Proof of concepts or prototypes for various approaches to the migration along with the leveraging of pricing parameters enables one to make appropriate assessment. അതായത് പ്രൂഫ് ഓഫ് കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം കുറേ അസംഷൻസ്, അതായത് നമ്മൾ കുറേ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പം ആ കൺസെപ്റ്റ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? വെരി ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെമോ അല്ലെങ്കിൽ ഒരു വിഷ്വലൈസ് ക്രിയേറ്റ് ചെയ്യുക. എങ്ങനെയൊക്കെയാണ് ഈ ഇഷ്യൂസ് സോൾവ് ചെയ്യുക? ഓക്കെ, മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇഷ്യൂസ് വരാം. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുക? അതിൻ്റെ ഒരു വെരിഫിക്കേഷൻ നടത്തുക, അല്ലെങ്കിൽ ഒരു ഡെമോ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ അവിടെ ലാസ്റ്റ് പറയുന്നത് എന്താണ്? ഓഫ് പ്രൈസിങ് പാരാമീറ്റേഴ്സ് എനേബിൾസ് ടു മേക്ക് അപ്രോപ്രിയേറ്റ് അസസ്മെൻറ്റ്. അതായത് പ്രൈസിങ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻ ക്ലൗഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു മൈഗ്രേഷൻ കോസ്റ്റ് ഉണ്ടായിരിക്കും. ആ കോസ്റ്റിനെ പറ്റിയിട്ട് പിന്നെ എന്താണ്? അതുപോലെ റിക്കറിങ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റണ്ണിങ് കോസ്റ്റ്. അതായത് ഇപ്പോൾ നമ്മൾ മൈഗ്രേറ്റ് ചെയ്തു, അതിനുശേഷം അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് വരുന്ന കോസ്റ്റ്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ് ക്ലൗഡ് മൈഗ്രേഷൻ അസസ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഐസൊലേറ്റിംഗ് ആണ്. അതായത് ഐസൊലേഷൻ. ദി നെക്സ്റ്റ് പ്രോസസ് സ്റ്റെപ്പ് ഈസ് ഇൻ ഐസൊലേറ്റിംഗ് ഓൾ സിസ്റ്റമാറ്റിക് ആൻഡ് എൻവിറോൺമെൻറ്റൽ ഡിപ്പെൻഡൻസീസ് ഓഫ് ദി എൻ്റർപ്രൈസ് ആപ്ലിക്കേഷൻ കമ്പോണൻറ്റ്സ് വിത്ത് ദി ക്യാപ്റ്റീവ് ഡേറ്റ സെൻറ്റർ. അതായത് ഇവിടെ ക്യാപ്റ്റീവ് ഡേറ്റ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, physical facility that organization used to house their
വാട്ട് ക്രിട്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആൻഡ് ഡേറ്റ. അതായത് ഇപ്പം അവർ ഫിസിക്കലി ഒരു സ്ഥലത്ത് എന്താണ് അവരുടെ ആ ഒരു ആപ്ലിക്കേഷനും ഡേറ്റയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതിനെയാണ് ഡേറ്റ സെൻറ്റർ എന്ന്, ക്യാപ്റ്റീവ് ഡേറ്റ സെൻറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം അതെന്താണ്, ഒരു സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഒരു സോഫ്റ്റ്വെയർ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കുറേ ലൈബ്രറീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പം അതിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക, ഈ നമ്മളുടെ ആപ്ലിക്കേഷനെ ഐസൊലേറ്റ് ചെയ്യുക. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താണ്, എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും എന്നുള്ള ഒരു ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ആ ഒരു ഇഷ്യൂസിനെ ഒഴിവാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് നോക്കുക. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഐസൊലേഷൻ. അപ്പം എന്തൊക്കെ ഈ ഒരു നമ്മളുടെ ആപ്ലിക്കേഷൻ, അതായത് മൈഗ്രേറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്തൊക്കെയായിട്ട് ഡിപ്പെൻഡൻ്റ് ആണോ, അത് ഹാർഡ്വെയർ ഡിപ്പെൻഡ് ആവാം, സോഫ്റ്റ്വെയർ ഡിപ്പെൻഡ് ആവാം, അതിൽ നിന്നൊക്കെ എന്ത് ചെയ്യാം, ഐസൊലേറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് രണ്ടാമത് പറയുന്ന ഐസൊലേറ്റിംഗ്. ഓക്കെ, അപ്പം പിന്നെ അല്ലെങ്കിൽ ലൈസൻസിങ് ആവാം, അല്ലെങ്കിൽ എന്താണ് ലൈബ്രറി ഡിപ്പെൻഡൻസി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷനൊക്കെ ആയിട്ടുള്ള ഡിപ്പെൻഡൻസി എന്തും ആവാം. അതിൽ നിന്നൊക്കെ നമ്മളുടെ ഈ ആപ്ലിക്കേഷൻ എന്തിന് ഐസൊലേറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഫീച്ചേഴ്സൊക്കെ ഉണ്ടാവല്ലോ, അപ്പോൾ ലൈബ്രറീസ് ആയാലും ലൈസൻസിങ് ആണെങ്കിലും, അതേപോലെ തന്നെ എന്താണ് വേറെ എന്തൊക്കെയായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഇവിടെ നമുക്ക് കിട്ടും, ക്ലൗഡിൽ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങോട്ട് മാറ്റണമെങ്കിൽ ആദ്യം ഇവിടെ എന്തൊക്കെ നമ്മൾ ഇപ്പം യൂസ് ചെയ്യുന്നതിൽ എന്തൊക്കെ ഡിപ്പെൻഡൻസി വരുന്നോ ആ ഡിപ്പെൻഡൻസിയൊക്കെ ഒഴിവാക്കണം. ഓക്കെ, തേർഡ് വരുന്നത് എന്താണ്, മാപ്പിംഗ് ആണ്. അതല്ലേ തേർഡ് സ്റ്റെപ്പ് പറയുന്നത്, മാപ്പ് ദി മെസ്സേജ് ആൻഡ് എൻവിറോൺമെൻറ്റ്. അപ്പോൾ അതെന്താ പറയുന്നത്, after isolation is complete, one then goes about generating the mapping constructs between what shall possibly remain in the local captive data center and what does onto the cloud. അതായത് നമ്മൾ മാപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ മൈഗ്രേറ്റ് ചെയ്യാണല്ലോ നമ്മളുടെ ആപ്ലിക്കേഷനും ഡേറ്റയൊക്കെ. അപ്പം എന്തൊക്കെയാണ് ഡേറ്റ സെൻറ്ററിലേക്ക് ക്ലൗഡിലേക്ക് പോകേണ്ടത്, എന്തൊക്കെ നമ്മളുടെ ഇപ്പോഴുള്ള ലോക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റ സെൻറ്ററിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ഡേറ്റ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എന്താണ്, ഇപ്പം ഓർഗനൈസേഷൻ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ഫിസിക്കലി മെയിൻറ്റെയിൻ ചെയ്യുന്ന എന്താണ് അവരുടെ ആപ്ലിക്കേഷൻസും ഡേറ്റയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു പ്ലേസ്, അതാണ് ഡേറ്റ സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ക്ലൗഡിലേക്ക് മൂവ് ചെയ്യിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ എന്താണ് നമ്മളുടെ ലോക്കൽ ആ ഡേറ്റ സെൻറ്ററിൽ കീപ്പ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്, റീ ആർക്കിടെക്റ്റഡ് ആണ്. റീ ആർക്കിടെക്റ്റഡ് എന്താ പറയുന്നത്, A substantial part of enterprise application needs to be re-architected, redesigned and re-implemented on the cloud. അതായത് റീ ആർക്കിടെക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുറച്ച് കാര്യങ്ങൾ വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അതായത് നമ്മളുടെ ഓൾഡ് ടെക്നോളജി, ഇപ്പം നമ്മളിപ്പം ഓൾഡ് ടെക്നോളജി യൂസ് ചെയ്യുന്ന ഓൾഡ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ, അപ്പം നമ്മൾ ഫിസിക്കലി ആപ്ലിക്കേഷനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്താക്കാണ്, അത് മാറ്റിയിട്ട് നമ്മൾ എന്താണ് പുതിയ ടെക്നോളജി അഡോപ്റ്റിംഗ്, നമ്മളുടെ പുതിയ ടെക്നോളജി നമ്മൾ ക്ലൗഡിൽ യൂസ് ചെയ്യാണ്. ഓക്കെ, അതാണ് റീ ആർക്കിടെക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ആ ഓൾഡ് ടെക്നോളജി മാറ്റിയിട്ട് ക്ലൗഡിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ന്യൂ ടെക്നോളജി യൂസ് ചെയ്യുക. അല്ലെങ്കിൽ വേറെ അതാണ് വേറെ ഒന്ന് വരുന്നതെന്ന് വെച്ചാൽ, റീഹോസ്റ്റിംഗ് ഡേറ്റ ഫ്രം ആൻഡ് ഓൺ പ്രെമിസ് സെർവ് ടു എ ക്ലൗഡ് സെർവർ. അതായത് റീഹോസ്റ്റ് ചെയ്യുക, നമ്മളെ ഡേറ്റ എന്ത് ചെയ്യുക, റീഹോസ്റ്റ് ചെയ്യുക. അതായത് നമ്മളെ ഡേറ്റ എങ്ങോട്ട് മാറ്റുക, നമ്മളുടെ ക്ലൗഡിലേക്ക് മാറ്റുക. മൂന്നാമത്തത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, റീപ്ലേസിങ് പ്രൊപ്രൈറ്ററി പ്ലഗിൻസ് ടൂൾസ് വിത്ത് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആൻഡ് ഓപ്പൺ സോഴ്സ് വൺ. ഓക്കെ, ഫസ്റ്റത്തെ നമ്മൾ പറഞ്ഞു, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഓൾഡ് ടെക്നോളജി മാറ്റിയിട്ട് ക്ലൗഡിൽ അവൈലബിൾ ആയിട്ടുള്ള ന്യൂ ടെക്നോളജി യൂസ് ചെയ്യുക. അപ്പം റീ ആർക്കിടെക്റ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് എന്നാണുള്ളത് പറയുന്നത്.
എന്താണ്? ഫസ്റ്റ് വൺ ഈസ് ഓൾ ടെക്നോളജി മാറ്റിയിട്ട് നമ്മൾ ന്യൂ ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്യാം. രണ്ടാമത് പറയുന്നത് എന്താണ്? നമ്മളുടെ ഡേറ്റാസ് റീഹോസ്റ്റ് ചെയ്യുക ഇങ്ങോട്ട് ക്ലൗഡിലേക്ക്. മൂന്നാമത് പറയുന്നത് പ്രൊപ്രൈറ്ററി പ്ലഗിങ്സ്. അതായത് പ്രൊപ്രൈറ്ററി പ്ലഗിങ്സ് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളുടെ ആപ്ലിക്കേഷനിൽ പ്ലഗിങ്സിൻ്റെ ആവശ്യം. ഇപ്പം പ്ലഗിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അറിയില്ല എന്താ പ്ലഗിങ്സ് എന്ന് പറഞ്ഞാൽ? എന്താണ് പ്ലഗിങ്സ് എന്ന് പറഞ്ഞാൽ? അതായത് ഇപ്പം നമ്മളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാം ഉണ്ടല്ലോ. ഇപ്പം നമ്മളുടെ ആ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മളുടെ പ്രോഗ്രാമിലേക്ക് എന്താണ് ഒരു സ്പെസിഫിക് ഫീച്ചർ ആഡ് ചെയ്യുക. അതാണ് ഈ പ്ലഗിങ്സ് ചെയ്യുന്നത്. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമിലേക്ക് ഒരു സ്പെസിഫിക് ഫീച്ചർ ആഡ് ചെയ്യുക. ഓക്കെ, അതാണ് എന്തെന്ന് ചെയ്യുന്നത്, ഈ പ്ലഗിങ്സ് ചെയ്യുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളുടെ ക്രോം അല്ലെങ്കിൽ ഏതെങ്കിലും വെബ് ബ്രൗസർ യൂസ് ചെയ്തിട്ട് നമ്മളൊരു സൈറ്റിൽ നിന്ന് ഒരു വീഡിയോ നമുക്ക് കാണണം എന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു വീഡിയോ വാച്ച് ചെയ്യണം. സോ അപ്പോൾ എന്താണ്, അപ്പം ചിലപ്പം ഞങ്ങളോട് പറയും ഈ പ്ലഗിങ്സ്, അതായത് അഡോബ് ഫ്ലാഷ് പ്ലെയർ പ്ലഗിങ് എനേബിൾ ചെയ്യാനൊക്കെ പറയും. ഓക്കെ, അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു അഡീഷണൽ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഒരു ഫീച്ചറാണ്. ഓക്കെ, അതായത് ഇപ്പം ബ്രൗസർ എന്ന് പറയുന്നത് അതായത് കസ്റ്റമൈസേഷനാണ് ഇവിടെ വരുന്നത്. അതായത് ഇപ്പം ഒരു ബ്രൗസറിന് എല്ലാ യൂസേഴ്സിനും ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരു കോമൺ ആയിട്ട് അവർ കുറേ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് ഇരിക്കും. അപ്പം എക്സ്ട്രാ വരുന്ന കാര്യങ്ങളാണ് എന്താണ്, വീഡിയോ വാച്ച് ചെയ്യുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പം അതിനൊക്കെ നമുക്ക് ഇപ്പം വേണമെങ്കിൽ അതെന്താണ്, നമ്മൾ പ്ലഗിങ്സ് എന്ത് ചെയ്താൽ മതി, എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. അതാണ് നിങ്ങൾ അധികവും കണ്ടിട്ടുണ്ടാവും, അഡോബ് ഫ്ലാഷ് പ്ലെയർ പ്ലഗിങ് ഹാസ് ടു ബി എനേബിൾഡ് എന്നൊക്കെ പറയുന്നത്. അപ്പം വെബ്സൈറ്റിൽ നമ്മൾ ഒരു വീഡിയോ ഒക്കെ കാണണമെങ്കിൽ അവരങ്ങനെ പറയും. ഓക്കെ, അപ്പോൾ അതാണ് പ്ലഗിങ്സ് ചെയ്യുന്നത്. അതായത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാം അത് കുറേ എന്താ പറയുക കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ബട്ട് അതിൻ്റെ കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മൾ കോമൺ ആയിട്ട് എന്ത് ചെയ്യില്ല, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ എക്സ്ട്രാ, അപ്പോൾ വേറെ ഒരു കസ്റ്റമറിന് എന്താണ് എക്സ്ട്രാ ആയിട്ട് വേണമെങ്കിൽ അത് നമ്മൾ പ്ലഗിങ്സ് ആയിട്ടാണ് കൊടുക്കുക. ഓക്കെ, അപ്പം ചിലപ്പോൾ നമ്മളത് യൂസ് ചെയ്യുന്നത് പ്രൊപ്രൈറ്ററിൻ്റെ ഏതെങ്കിലും ഒരു പ്രൊപ്രൈറ്ററി പ്ലഗിങ്സ് ആയിരിക്കും. പ്രൊപ്രൈറ്ററി പ്ലഗിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഇപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ പ്ലഗിങ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊപ്രൈറ്ററി പ്ലഗിങ്സ് അല്ലെങ്കിൽ ആ ടൂൾസ് മാറ്റിയിട്ട് എന്ത് നമ്മൾ യൂസ് ചെയ്യും, ക്ലൗഡിൽ കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ക്ലൗഡ് കൊടുക്കുന്ന ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആൻഡ് ഓപ്പൺ സോഴ്സ് അല്ലെങ്കിൽ വൺ. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പം അതാണ് റീ ആർക്കിടെക്റ്റ് എന്ന്, അല്ലെങ്കിൽ റീഡിസൈൻ ആൻഡ് റീഇംപ്ലിമെൻറ്റഡ് ഓൺ ദി ക്ലൗഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ. റീ ആർക്കിടെക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ ഓൾ ടെക്നോളജീസ് യൂസ് ചെയ്യുന്നുണ്ടാവും, അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ന്യൂ ടെക്നോളജീസിലേക്ക് മാറുക. വേറെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളുടെ ഡേറ്റ റീഹോസ്റ്റ് ചെയ്യുക ക്ലൗഡിലേക്ക്. മൂന്നാമത് പറയുന്നത് എന്താണ്, ഇങ്ങനെ പ്രൊപ്രൈറ്ററി പ്ലഗിങ്സ് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, ക്ലൗഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആൻഡ് ഓപ്പൺ സോഴ്സ് വണ്ണ് യൂസ് ചെയ്യുക. ഓക്കെ, but this gets in just about the functionality of original enterprise application. Due to this migration, it is possible perhaps that some functionality is lost. അപ്പം നമുക്കറിയാം, ഇപ്പം നമ്മൾ ഒരു പ്രൊപ്രൈറ്ററിൻ്റെ കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, പ്ലഗിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി മാറ്റി വേറൊരു ടെക്നോളജിയിലേക്ക് മാറുന്ന സമയത്ത് എന്താണ്, മസ്റ്റായിട്ട് അവിടെ കുറേ ഇഷ്യൂസ് വരാം. അപ്പോൾ അങ്ങനെ ഇഷ്യൂസ് വരുന്ന സമയത്ത് ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, ക്ലൗഡിൽ വർക്ക് ചെയ്യില്ല. ഓക്കെ, അപ്പം in the next process step, we leverage the intrinsic features of cloud computing service to augment our enterprise application in its own small way. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്
അപ്പോൾ നമ്മൾ നേരത്തെ അപ്പോൾ എന്താണ് അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നേരത്തെ സ്റ്റെപ്പിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇങ്ങനെ ടെക്നോളജിയും അല്ലെങ്കിൽ ഡേറ്റ വേറെ ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രൊപ്രൈറ്ററി പ്ലഗിൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് കുറേ പ്രശ്നങ്ങൾ, അതായത് ഇപ്പം വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്തു എന്ന് വരില്ല ക്ലൗഡിൽ. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും? ആർക്കിടെക്റ്റ് ചെയ്യേണ്ടി വരും, റീഡിസൈൻ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കോഡ് റീഇംപ്ലിമെൻ്റ് ഒക്കെ ചെയ്യേണ്ടി വരും. അതാണ് ആ സ്റ്റെപ്പിൽ പറയേണ്ടത്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യാം? കറക്റ്റ് വർക്കിംഗ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരിക. Then next is process. In the next process step, we leverage intrinsic features of cloud computing service to augment our enterprise application in its own small way. അപ്പം നമ്മൾ ഈ ഒരു 5th സ്റ്റെപ്പ്, അതായത് ലെവറേജ് ക്ലൗഡ് ഫങ്ഷണാലിറ്റീസ് ആൻഡ് ഫീച്ചേഴ്സ്. ഓക്കെ, എന്താണ് ഇവിടെ ഓഗ്മെൻറ്റ് എന്ന് പറയുന്നത്? എക്സ്പ്ലോയിറ്റ് അഡീഷണൽ ക്ലൗഡ് ഫീച്ചേഴ്സ്. അഡീഷണൽ ക്ലൗഡ് ഫീച്ചേഴ്സ്, അതായത് നമ്മളുടെ ആ ആപ്ലിക്കേഷനിൽ, അപ്പോൾ നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുന്ന ആ ഒരു ആപ്ലിക്കേഷനിലേക്ക് എന്താണ് ക്ലൗഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഫീച്ചേഴ്സ് കൊണ്ടുവരിക. അപ്പോൾ അതിൽ ഒന്നാണ് ക്ലൗഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫീച്ചറിന് ഒരു എക്സാമ്പിളാണ് എന്താ? ഓട്ടോ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. ഓട്ടോ സ്കെയിലിംഗ് എന്താ പറയുന്നത്? ഈസ് എ വേ ടു ഓട്ടോമാറ്റിക്കലി സ്കെയിൽ അപ്പ് ഓർ ഡൗൺ ദി നമ്പർ ഓഫ് compute resources that are being allocated to your application based on its needs at any given time. അതായത് എന്താണ് ഓട്ടോമാറ്റിക്കലി സ്കെയിൽ അപ്പ് ഓർ ഡൗൺ ദി നമ്പർ ഓഫ് കമ്പ്യൂട്ടർ റിസോഴ്സസ്? അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളുടെ വെബ്സൈറ്റ് എന്താണ്, നമ്മൾ ഒരു സെർവറിലാണ്, ഇപ്പോൾ ക്ലൗഡിലൊരു സെർവറിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ സൈറ്റിലേക്ക് കുറേ റിക്വസ്റ്റുകൾ വരുവാണ്. അപ്പോൾ ഇങ്ങനെ റിക്വസ്റ്റ് വരുന്ന സമയത്ത് എന്താണ്, നമ്മൾ അത് പെർഫോമൻസിനെ ബാധിക്കും. നമ്മൾ ഒരു സെർവറിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതെങ്കിൽ എന്താണ് പോകുന്ന റെസ്പോൺസുകൾ അല്ലേ, കുറേ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ട്രാഫിക് കൂടുതലായി, അപ്പം പെർഫോമൻസ് എന്തായും കുറയും. അപ്പം ഇവരെന്ത് ചെയ്യും? കുറേ വേറെ അഡീഷണൽ സെർവേഴ്സ് കൊടുക്കും. അപ്പം നമ്മളുടെ വെബ്സൈറ്റ് ഇതിലേക്കൊക്കെ എന്താണ് സെർവറിന് ഈ ഒരു ഇതിലേക്കൊക്കെ കിട്ടും. ദെൻ ഈ റിക്വസ്റ്റുകളൊക്കെ എന്ത് ചെയ്യുക? ഓരോരോ സെർവറിലേക്ക് എന്ത് കൊടുക്കുക? മാറ്റി കൊടുക്കുക. അപ്പോൾ എന്താണ് നമ്മളുടെ പെർഫോമൻസൊക്കെ കൂടെ കിട്ടും. അതാണ് ഇവിടെ പറയുന്നത്. അതാണ് ഓട്ടോ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. ഡിമാൻഡ് അനുസരിച്ചിട്ട് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകളുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. മനസ്സിലായല്ലോ? ഓക്കെ, അതാണ് ഓട്ടോ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. ഓട്ടോ സ്കെയിലിംഗ് ഈസ് എ വേ ടു ഓട്ടോമാറ്റിക്കലി സ്കെയിൽ അപ്പ് ഓർ ഡൗൺ ദി നമ്പർ ഓഫ് കമ്പ്യൂട്ട് റിസോഴ്സസ് that are being allocated to your application based on needs at any given time. മനസ്സിലായല്ലോ? അതാണ്. അപ്പം ആപ്ലിക്കേഷന് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ എന്ത് ചെയ്യുക? അപ്പോഴത്തെ അനുസരിച്ചിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? അതിൽ നിന്ന് എന്താ പറയുക, സ്കെയിലിംഗ് അപ്പ് ഓർ ഡൗൺ ചെയ്യുക. ഓക്കെ, അതാണ് ഓട്ടോ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. വേറെ എന്തൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വേറെ ഒന്ന് സ്റ്റോറേജ്, ക്ലൗഡിൻ്റെ സ്റ്റോറേജ്, പിന്നെ ബാൻഡ് വിഡ്ത്ത്. ഇപ്പോൾ പെർഫോമൻസ്, അപ്പോൾ നമ്മൾ ഓട്ടോ സ്കെയിലിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഗ്രേറ്റ് ബാൻഡ് വിഡ്ത്ത് ആയിരിക്കും. ഓക്കെ, ദെൻ സെക്യൂരിറ്റി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താണ്? ടെസ്റ്റാണ്. അപ്പം ടെസ്റ്റ് എന്തിനാണ്? ഇപ്പോൾ ഈ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യണം മസ്റ്റായിട്ട്. കാരണം നമ്മൾ എന്താണ് ഓഗ്മെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താണ് നമ്മളുടെ ക്ലൗഡിൽ പ്രൊവൈഡ് ചെയ്യുന്ന അഡീഷണൽ ഫീച്ചേഴ്സൊക്കെ നമ്മൾ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് കുറേ ഇഷ്യൂസൊക്കെ വരും. അപ്പോൾ അത് എന്താ പറയുക, കറക്റ്റ് വർക്കിംഗ് ആകണോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. അതാണ് 6th സ്റ്റെപ്പിൽ പറയുന്നത്. ഹാവിങ് ഡൺ ദി ഓഗ്മെൻറ്റേഷൻ വി വാലിഡ് ആൻഡ് ടെസ്റ്റ് ദി ന്യൂ ഫോം ഓഫ് എൻ്റർപ്രൈസ് ആപ്ലിക്കേഷൻ വിത്ത് ആൻ extensive test suite that comprise testing the components of enterprise application on the cloud as well. These test results cloud be positive or mixed. Okay, അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടെ അഡീഷണൽ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. കുറേ ആർക്കിടെക്റ്റ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം എന്താണ്?
കാരണം ഇങ്ങനത്തെ പുതിയ ടെക്നോളജീസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ആപ്ലിക്കേഷൻ കുറേ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഓൾറെഡി ഉള്ള ആപ്ലിക്കേഷനിൽ നിന്ന് കുറേ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കറക്റ്റ് വർക്കിംഗ് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അടുത്തത് ഐട്രേറ്റ് ആൻഡ് ഒപ്റ്റിമൈസ്. അതായത് ഇപ്പം ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്, ഐട്രേറ്റ് ആൻഡ് ഒപ്റ്റിമൈസ്. അതായത് എന്താ പറയുന്നത്, ആഫ്റ്റർ സെവറൽ സച്ച് ഒപ്റ്റിമൈസിങ് ഐട്രേഷൻസ് ദി മൈഗ്രേഷൻ ഈസ് ഡീംഡ് സക്സസ്ഫുൾ. അതായത് നമ്മൾ ഈ ഒരു പറഞ്ഞ സ്റ്റെപ്സുകളൊക്കെ ഉണ്ടല്ലോ, ഒന്ന് അസസ്മെൻറ്റ്, ഐസൊലേഷൻ, പിന്നെ റീ ആർക്കിടെക്റ്റ് അല്ല മാപ്പിംഗ്, അതിനുശേഷം റീ ആർക്കിടെക്റ്റ്, പിന്നെ ഓഗ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു ടെസ്റ്റിംഗ്, ആ ഒരു സ്റ്റെപ്സ് എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എവിടെ? ഈ മൈഗ്രേഷൻ മൊത്തമായിട്ട് സക്സസ്ഫുൾ ആവുന്നത് വരെ. ഓക്കെ, അതാണ് ഈ ലാസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ 7 സ്റ്റെപ്പ് മൈഗ്രേഷനിൽ ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സിങ് സ്റ്റെപ്സാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ഫസ്റ്റ് സ്റ്റാർട്ട്, അതായത് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എന്തൊക്കെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ് എന്നുള്ളത് ആസസ് ചെയ്യാം. ഓക്കെ, ദെൻ അതിന് ശേഷം എന്താണ്, അതെങ്ങനെ നമുക്ക് റിക്കവർ ചെയ്യാം ഇഷ്യൂസ് വന്നതിന് എന്നുള്ള ഒരു ഡെമോ ഒക്കെ നമ്മൾ വെക്കാം. ദെൻ അടുത്ത എന്താണ്, ഐസൊലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഓൾറെഡി എന്തെങ്കിലും ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഒക്കെ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നമ്മളുടെ ആപ്ലിക്കേഷന് എന്ത് ചെയ്യാം, ഐസൊലേറ്റ് ചെയ്യുക. ദെൻ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ക്ലൗഡിലേക്ക് മൂവ് ചെയ്യിക്കണം, ഏതൊക്കെ ലോക്കൽ ഡേറ്റാ സെൻറ്ററിൽ വെക്കണം എന്നുള്ളത് നോക്കുക. ദെൻ നെക്സ്റ്റ് വരുന്നത് റീ ആർക്കിടെക്റ്റ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് പറഞ്ഞല്ലോ, നമ്മൾ എന്തൊക്കെയാണ് പഴയ ടെക്നോളജി മാറ്റി പുതിയ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാം. പിന്നെ റീഹോസ്റ്റിംഗ് ഡേറ്റ വേറെ ഒന്ന് പ്രൊപ്രൈറ്ററി പ്ലഗിൻസ് ഒക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്യാം, ഓപ്പൺ സോഴ്സ് ആയിട്ട് കിട്ടുന്നതൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെ റീ ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ റീഡിസൈൻ അല്ലെങ്കിൽ റീ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ദെൻ ഓഗ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൗഡിൻ്റെ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുക, അതായത് നമ്മളുടെ ഓട്ടോ സ്കെയിലിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം അതൊക്കെ നമ്മളുടെ ആപ്ലിക്കേഷനിലേക്ക് ചെയ്യാം. ദെൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പം കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പം എന്താണ്, അതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്തു. അപ്പോൾ ഈ കറക്റ്റ് ചെയ്തൊക്കെ ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ദെൻ എന്ത് ചെയ്യുക, ഈ സ്റ്റെപ്സൊക്കെ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് എന്താണ് ഫുൾ സക്സസ്ഫുൾ ആവുന്നത് വരെ, മൈഗ്രേഷൻ സക്സസ്ഫുൾ ആവുന്നത് വരെ ഈ സ്റ്റെപ്സ് മൊത്തം എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കാം. ഓക്കെ, അങ്ങനെ ഒപ്റ്റിമൈസ് ആയി കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, അത് നമ്മളുടെ ക്ലൗഡിൽ ഹോസ്റ്റായി. ദെൻ എന്താണ്, പിന്നെ അത് കറക്റ്റ് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മളുടെ മൊഡ്യൂൾ 1 വരുന്നത്. ഓക്കെ.